ഹായ് ഫ്രണ്ട്സ്, ഇന്നിനെ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇപ്പോൾ പുഡിങ്ങായിട്ട് മാത്രമല്ല, ഇത് വേണമെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ഐസ്ക്രീമായിട്ടും ചെയ്യാം. നല്ല ടേസ്റ്റാണ്. അതുപോലെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ആർക്ക് വേണമെങ്കിലും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനുവേണ്ടി ഞാൻ ആദ്യം ഇവിടെ ഒരു ബൗളിലേക്ക് ഒരു അരക്കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ എടുത്ത കപ്പ് ചെറിയൊരു കപ്പാണ്. അപ്പോൾ ശരിക്കും സാധാരണ ഒരു ചായ കുടിക്കുന്ന കപ്പിൽ എടുക്കുന്നുണ്ടെങ്കിൽ അരക്കപ്പ് വിപ്പിംഗ് ക്രീം എടുത്താൽ മതി. ഇതൊന്ന് കട്ടിയായി വരാൻ തുടങ്ങി നമുക്ക് നമ്മുടെ ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അതായത് കേക്കിനൊക്കെ ഐസിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റിഫൊന്നായിട്ട് വേണ്ട. കാരണം നമ്മളിത് ഒന്നും കൂടി ബീറ്റ് ചെയ്ത് എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത്രയും മതി. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചീസ് ഒന്ന് ബീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 7 പീസ് ചീസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഈ ചീസ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഡയറക്റ്റ് ഞാൻ ബീറ്റ് ചെയ്യാൻ പോയെന്ന്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ആ ബീറ്റർ വെച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ബീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുത്ത് പുറത്ത് വെച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കിയതിന് ശേഷം മാത്രം ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ അകത്ത് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനിയും ചോക്ലേറ്റ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഓവർ മധുരമായി പോവും. അതുപോലെ തന്നെ വിപ്പിംഗ് ക്രീമും നല്ല മധുരമുള്ള സംഭവമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തേക്ക് എക്സ്ട്രാ മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചാൽ ആ വിപ്പിംഗ് ക്രീം ഇതിലിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് കുറച്ച് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തിക്കായി വരും. അപ്പം ഞാനിവിടെ ചെയ്യുന്നതിന് മുന്നേ ആ സൈഡിലുള്ള ചീസൊക്കെ ഒന്ന് അതിലേക്ക് ഇതുപോലെ ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ സൈഡിൽ പറ്റിപ്പിടിച്ച ചീസൊക്കെ ഒന്ന് അതിലേക്ക് തന്നെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിലൊരു 1-2 തുള്ളി വാനില എസൻസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ക്യാമറ ഓഫായിരുന്നു. അപ്പോൾ ഒരു നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബീറ്റർ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ ഇവിടെ മനസ്സിലാകുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജിലും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാധാരണ പുഡിങ്ങിൻ്റെയൊക്കെ ആ ഒരു പാകമായിട്ട് വരും. പിന്നെ ഞാൻ എൻ്റെ ബീറ്റർ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത് അണ്ടിപ്പരിപ്പ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചോക്ലേറ്റ് ചെറിയ പീസാക്കി എടുത്തതാണ്. അപ്പോൾ ഏത് ചോക്ലേറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട. കാരണം ഓവർ മധുരമായി പോയി കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ പറ്റില്ല. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഓറിയോ ബിസ്ക്കറ്റാണ്. അപ്പോൾ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ നടുക്കുള്ള ആ ക്രീം ഒന്ന് മാറ്റിയതിന് ശേഷം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം മധുരം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഈ ക്രീം ഇതിലേക്ക് നന്നായിട്ട് പൊടിച്ച് ചേർത്ത് കൊടുത്താൽ മതി. മധുരം അധികം ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞിരുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് കോരി എടുക്കാൻ പറ്റും. നമുക്കിത് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ചോക്ലേറ്റ് വെച്ച് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ന്യൂട്ടല്ലാണ്. ഇതുപോലെ ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ വലിച്ചു കൊടുത്താൽ നല്ല ഭംഗിയുള്ള ഡിസൈനായി കിട്ടും. ഇപ്പോൾ ഇതിൽ നട്ട്സൊക്കെ ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് ശരിക്കും ചെയ്യാൻ പറ്റാത്തത്. പിന്നെ നട്ട്സൊന്നും ഇല്ലെങ്കിൽ നല്ല അടിപൊളി ഡിസൈനാക്കി എടുക്കാൻ പറ്റും. ഈ ഒരളവിൽ സാധനങ്ങളൊക്കെ എടുത്താൽ ഒരു 4-5 ആൾക്ക് ശരിക്കും കഴിക്കാൻ പറ്റിയ ഒരളവിലാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ആ മധുരത്തിൻ്റെ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അവസാനം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓറേഡി ക്രീമോ അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് എന്തെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സാക്കി എടുത്താൽ മതി. പിന്നെ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമുള്ള ഇത് കാണിച്ചു തരാം. ഇതുപോലെ നമുക്ക് പുഡിങ്ങൊക്കെ എടുക്കുന്ന പോലെ നമുക്ക് കോരി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഐസ്ക്രീമായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രീസറിൽ വെച്ച് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല റെസിപ്പികളുമായി വരാം. താങ്ക്